യഹൂദി മനിഹൻ പറയുന്നുണ്ട്, ചില നേരങ്ങളിൽ ചില ആളുകൾ ചിലരോട് പറയുന്ന ചില വാക്കുകൾ ചില വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്ന്. ജീവിതം തന്നെ ഒരു മാജിക് ആണ് എന്ന് ചില സമയങ്ങൾ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിലൊരു വലിയൊരു മാജിക് എന്ന് തോന്നിയ ഏതെങ്കിലും മൊമെൻ്റ് ഉണ്ടായിരുന്നു? ജീവിതത്തിൽ അത്തരം ഒരു അവസ്ഥ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു അനുഭവിക്കുന്നത്, കാണുന്നത്. ആ ഒരു നിമിഷമാണ് എൻ്റെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് എന്ന് പറയുന്നത്. എൻ്റെ സന്തോഷം എന്ന് പറയുന്നത്, അന്ന് 2016 തുടങ്ങിയ യാത്ര ഇന്നും ആ മക്കൾ ഇവിടെ എംപ്ലോയീസാണ്. ആൻഡ് ദേ ആർ ഗെറ്റിംഗ് സാലറി എവരി മന്ത്സ്. അവർ രാവിലെ വന്ന് അറ്റൻഡൻസ് റേസ് ഒപ്പിടുന്നു. ഞങ്ങൾ ഒരു രൂപ പോലും ഒരു ഫാമിലിയിൽ നിന്ന് പോലും മേടിക്കുന്നില്ല. എവറിത്തിങ് ഫ്രീ ആണ് ഇവിടെ. ഇവിടുത്തെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഹാപ്പി എന്നുള്ളതാണ്. അങ്ങ് റിട്ടയർമെൻറ്റ് പറയുന്നത് അങ്ങനെ ഒരു കരിയറിൻ്റെ തന്നെ ഒരു പീക്ക് ലെവലിലാണ്. ഇപ്പോൾ ആരാധക വൃന്ദങ്ങൾ ചുറ്റിനും, കൈയടിക്കാൻ ആളുകൾ, ആഘോഷിക്കാൻ ആളുകൾ. പണ്ടത്തെ പോലെ പ്രതിഫലം വാങ്ങിച്ചുകൊണ്ട് ഒരു ഷോ, ഈ പ്രൊഫഷണൽ ഷോ സെറ്റ് ചെയ്തിട്ട് പോകുന്നൊരു സിസ്റ്റം ഇനി എന്തായാലും ലൈഫിലുണ്ടാവില്ല. ലൈഫ് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലല്ലോ. ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്ന കുണ്ടുകളും കുന്നുകളും കയറ്റവും ഇറക്കവും ഡിപ്രഷനും സന്തോഷവും ഇതൊക്കെ കൂടിക്കഴിഞ്ഞതാണ് ജീവിതം എന്ന് പറയുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഏറ്റവും ആരാധനയോടെ കണ്ടൊരു മനുഷ്യൻ, മായാജാലം കൊണ്ട് കാണികളെ ത്രസിപ്പിച്ചൊരു മനുഷ്യൻ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഗോപിനാഥ് മുതുകാട് സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ചൊരു മുഖമായിരുന്നു അങ്ങയുടെ ചാനലിലൂടെയും മറ്റ് മായാജാലം തീർക്കുന്ന ഓരോ വേദികളിലൂടെയും. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു മായാജാലക്കാരൻ്റെ കഥ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായിരിക്കും. സാറിനൊരു മായാജാലക്കാരാക്കിയ കഥ സാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് സാറിൻ്റെ ഒരു ലൈഫ് പർപ്പസ് അതല്ല. അതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ ഉണ്ട് എന്ന് തോന്നിക്കുന്ന, അല്ലെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ, ഈ മാജിക് പ്ലാനറ്റിലേക്ക് വരുമ്പോൾ സാറിൻ്റെ ഒരു സത്ത് മുഴുവൻ ഇവിടെയുണ്ട്. അതിൻ്റെ ഒരു കഥയൊന്ന് പറയാമോ? ഇത് ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററും മാജിക് പ്ലാനറ്റും ചേർന്നിരിക്കുന്ന ഒരു പ്രദേശമാണ്. എങ്ങനെ ഇതുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിലെ ഒരു മൊമെൻ്റാണ്, ചില തിരിച്ചറിവുകളാണ്. നമ്മൾ പോകുന്ന വഴി ഇതാണോ വേണ്ടത് എന്ന് സ്വയം ചോദിച്ചൊരു നിമിഷമാണ്. യഹൂദി മനിഹൻ പറയുന്നുണ്ട്, ചില നേരങ്ങളിൽ ചില ആളുകൾ ചിലരോട് പറയുന്ന ചില വാക്കുകൾ ചില വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്ന്. 2016 കാസർഗോഡ് പോയ സമയത്ത് എൻഡോസൾഫാൻ കുട്ടികളുടെ പുനരധിവാസത്തിന് വേണ്ടി മലയാള മനോരമയും ഗവൺമെൻറ് നടത്തിയൊരു പരിപാടിയായിരുന്നു. ആ പരിപാടിക്ക് പോയ സമയം വരെ ഞാൻ മജീഷ്യനായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞതോടുകൂടി എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറും. കാരണം മുമ്പിലിരിക്കുന്ന മുഴുവൻ എൻഡോസൾഫാൻ വിക്ടിംസാണ്. വലിയ തലയുള്ളവർ, കണ്ണ് കാണാത്തവർ, കാത് കേൾക്കാത്തവർ, അങ്ങനെയുള്ള കുട്ടികൾ. ജീവിതത്തിൽ അത്തരം ഒരു അവസ്ഥ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു അനുഭവിക്കുന്നത്, കാണുന്നത്. ആ ഒരു നിമിഷമാണ് എൻ്റെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു അമ്മ പറഞ്ഞ ചില കാര്യങ്ങൾ, ചില യാഥാർത്ഥ്യങ്ങൾ, ആ തിരിച്ചറിവ്. പിറ്റേ ദിവസം മനോരമയത്തെ കറസ്പോണ്ടൻറ്റിനോടൊപ്പം ചില വീടുകളിൽ ഞങ്ങൾ സന്ദർശിച്ചു. ഞാനൊരു 3-4 വീടുകളിലേ പോയുള്ളൂ. അതിനുശേഷം എനിക്ക് പോകാൻ പറ്റിയില്ല, പോകാനുള്ള കരുത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കാഴ്ച എൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചു. പക്ഷേ അന്ന് ഇങ്ങനെയൊന്നും തുടങ്ങിയതല്ല. ഒരു ചെറിയ രീതിയിൽ കുട്ടികളെ കുറച്ച് മാജിക്ക് പഠിപ്പിച്ച് അവരുടെ അമ്മമാരുടെ മുഖത്തൊരു ചിരി പടർത്താമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. ശൈല ടീച്ചർ മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വഴി 23 കുട്ടികളിലാണ് തുടക്കം. പക്ഷേ അത് ചിന്തകൾക്കപ്പുറമായിരുന്നു. കാരണം ഈ കുട്ടികൾ മാജിക്ക് കാണിക്കുന്നു, ഓട്ടിസവും സെറിബ്രൽ പാൾസിയുള്ള കുട്ടികൾ. അത് അവരിലുണ്ടാകുന്ന ഒരു സന്തോഷം, ആ ഒരു അവസ്ഥ വന്നു. അരങ്ങേറ്റം വന്നപ്പോൾ വൈസ് പ്രസിഡൻറ്റ് വന്നു. ഡോക്ടർ ഹമീദ് അൻസാരി ആയിരുന്നു വൈസ് പ്രസിഡൻറ്റ്. ഗവർണർ ഉണ്ടായിരുന്നു, സദാശിവം നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, പിണറായി വിജയൻ സാർ. ഇവരെല്ലാം മുമ്പിലിരുന്ന് കാണുന്നു. ഈ പ്രോട്ടോക്കോളൊക്കെ തെറ്റിച്ച് വൈസ് പ്രസിഡൻറ്റ് സ്റ്റേജിലേക്ക് ചാടിക്കയറുന്നു. ഇതിൻ്റെ ഒരു അവസ്ഥ വേറെ തലത്തിലേക്ക് മാറുകയാണ്. അപ്പോഴാണ് ഇവരുടെ പാരൻസ് ചോദിക്കുന്നത്, ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളിവിടെ ഒരു തിയേറ്റർ ഉണ്ടാക്കി. ആ തിയേറ്ററിനകത്ത് അതിനകത്ത് കുറച്ച് കുട്ടികൾ ഞങ്ങൾ എംപ്ലോയ് ചെയ്തു. എൻ്റെ സന്തോഷം എന്ന് പറയുന്നത്, അന്ന് 2016 തുടങ്ങിയ യാത്ര ഇന്നും ആ മക്കൾ ഇവിടെ എംപ്ലോയീസാണ്. ആൻഡ് ദേ ആർ ഗെറ്റിംഗ് സാലറി എവരി മന്ത്സ്. അവർ രാവിലെ വന്ന് അറ്റൻഡൻസ് റേസ് ഒപ്പിടുന്നു. ഇത് ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് എനിക്ക് എന്തോ ചെയ്യാനുണ്ട്. എനിക്ക് തോന്നുന്നു ലൈഫ് ചേഞ്ചിങ് മാത്രമല്ല, ഒരു സോഷ്യൽ ചേഞ്ചിങ് മൊമെൻറ്റും കൂടെ. തീർച്ചയായിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 200 കുട്ടികൾ നമ്മൾ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിലുണ്ട്. ഞങ്ങൾ ഒരു രൂപ പോലും ഒരു ഫാമിലിയിൽ നിന്ന് പോലും മേടിക്കുന്നില്ല. എവറിത്തിങ് ഫ്രീ ആണ് ഇവിടെ. അവരുടെ ഫുഡ്, അവരുടെ യൂണിഫോം,
അവരുടെ ട്രാവൽ, അവരുടെ തെറാപ്പി. ഇവിടെ ഹൈടെക് തെറാപ്പി ഉണ്ട്, എല്ലാ തെറാപ്പിയും ഫ്രീ ആണ്, നല്ല നല്ല തെറാപ്പിസ്റ്റുകളുണ്ട്. അപ്പോൾ ഏകദേശം ആ കുട്ടികളെ മാത്രം നോക്കാൻ വേണ്ടി ഒരു 150 സ്റ്റാഫുണ്ട്, എല്ലാം കൂടി ചേർത്തിട്ട്. ഇറ്റ്സ് എ ഹ്യൂജ് സെൻറ്റർ. ആ കുട്ടികൾക്ക് എല്ലാ മാസവും നമ്മളൊരു സ്റ്റൈപ്പൻഡ് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇങ്ങനൊരു ഒരു ഒരു വ്യത്യസ്തമായൊരു ലോകം കെട്ടിപ്പടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഹാപ്പി എന്നുള്ളതാണ്. ഈ പാരൻസിനോടൊക്കെ പറയുന്നത്, നിങ്ങളിവിടെ വന്നൊരു തുള്ളി കണ്ണീര് വീഴരുത്, സന്തോഷമായിരിക്കുക. പാരൻസിന് സെൻ്ററുണ്ട് ഇവിടെ, കരിസ്മ എന്നാണ് പേര്. അപ്പോൾ അവരവിടെ ടൈലർ യൂണിറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവരും സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കാസർഗോഡ് ഇനിയൊരു ഗ്ലോബൽ മോഡൽ സെൻറ്റർ വരാൻ പോകുന്നത്. അതിൻ്റെ പണി നമ്മൾ ഉദ്ദേശിച്ച പോലെ പൂർത്തിയാവും എന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് കാരണം അതൊരു വലിയ സ്വപ്നമാണ്. പൂർത്തിയാവും. ഈ മാജിക് പ്ലാനറ്റ് പോലെ മറ്റൊരു വലിയൊരു ഗ്ലോബൽ മോഡലാണ്, ഡിസബിലിറ്റി സെക്ടറിലുള്ളൊരു ഗ്ലോബൽ മോഡലാണ്. പൂർത്തിയായി കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് സന്തോഷമായിട്ട് മടങ്ങിപ്പോവും എന്നുള്ളതാണ് എൻ്റെ രീതി. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു മുതുകാട് സാറിൻ്റെ മറ്റൊരു തലമുണ്ട്. ഇപ്പോൾ അങ്ങേ ഒരു ആരാധനയോടെ കണ്ടിരുന്നൊരു സമൂഹം, അപ്പോൾ അവരിൽ നിന്നെല്ലാം ഉൾവലിയുമ്പോൾ അങ്ങക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ? ഒന്നുമില്ല, എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല എനിക്ക്. അല്ല, ഇപ്പോൾ ഞങ്ങൾക്ക് അത് ഒരു വലിയൊരു മിസ്സിങ് ആയിരിക്കും. കാരണം അങ്ങ് റിട്ടയർമെൻറ്റ് പറയുന്നത് അങ്ങനെ ഒരു കരിയറിൻ്റെ തന്നെ ഒരു പീക്ക് ലെവലിലാണ്. ഇപ്പോൾ ആരാധക വൃന്ദങ്ങൾ ചുറ്റിനും, കൈയടിക്കാൻ ആളുകൾ, ആഘോഷിക്കാൻ ആളുകൾ, ആരാധനയോടെ കാണുന്ന ഒരു പറ്റം ആളുകൾ, അവിടെ നിന്നെല്ലാം അങ്ങ് ഇതല്ല എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞ് പോയപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ആഗ്രഹിച്ചൊരു മുതുകാട് സാറുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിയുമോ? ഉണ്ടാവില്ല. ആ രീതിയിലൊരു ഷോ ഒന്നും ഞാൻ ചെയ്യില്ല. കാരണം അതൊക്കെ ഒരു കാലം. ഞാൻ ഒരു 45 വർഷം ഈ മാജിക്കിലായിരുന്നു. അല്ല, എല്ലാം ഉൾവലിയുന്നതിന് മുമ്പിട്ട് ഒരു വട്ടം കൂടി അല്ല, അങ്ങനെ ഒരു പെർഫോമൻസ് ഞാൻ കോഴിക്കോട് ചെയ്തു. കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതി 9-ാം തീയതി ഓഗസ്റ്റ് 9-ാം തീയതി എൻ്റെ അച്ഛനുള്ളൊരു ട്രിബ്യൂട്ടായിട്ട് ഞാനൊരു പ്രോഗ്രാം ചെയ്തു. അത് പഴയ ഷോയുടെ റിപ്ലിക്കേഷനായിരുന്നു. അതിനകത്ത് ഞാൻ തകർത്താടി, നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ അത് സ്ഥിരമായിട്ട് പണ്ടത്തെ പോലെ പ്രതിഫലം വാങ്ങിച്ചുകൊണ്ട് ഒരു ഷോ, ഈ പ്രൊഫഷണൽ ഷോ സെറ്റ് ചെയ്തിട്ട് പോകുന്നൊരു സിസ്റ്റം ഇനി എന്തായാലും ലൈഫിലുണ്ടാവില്ല. അത് ഷോ ചെയ്യാൻ വയ്യാത്തത് കൊണ്ടൊന്നുമല്ല, എനിക്ക് പഴയ അതേ എനർജിയിൽ തന്നെ ഇപ്പോഴും ഷോ ചെയ്യാൻ സാധിക്കും, പക്ഷേ അതുകൊണ്ടൊന്നുമല്ല. പക്ഷേ എൻ്റെ ലക്ഷ്യം, എൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് ഇതാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. എങ്ങനെയായിരിക്കും അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? കാസർഗോഡത്തെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒറ്റ ലക്ഷ്യം. ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇപ്പോൾ കാസർഗോഡ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറേ യാത്ര ചെയ്യണം. ഇവിടെ തന്നെ ആയിരിക്കും, പ്ലാനറ്റിൽ തന്നെ ആയിരിക്കും? അല്ല, പിന്നെ കുറച്ച് യാത്ര ചെയ്യണം, കുറേ മറ്റുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു വായിക്കാനോ ഒന്നും ശരിക്കും സമയം കിട്ടുന്നില്ല. അപ്പോൾ ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പ് ചെയ്തു തീർക്കാവുന്ന ലൈഫ് ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിലാണ് ഞാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങയുടെ ജീവിതത്തിൽ ഒരുപാട് മാജിക്കുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ജീവിതം തന്നെ ഒരു മാജിക്കാണ് എന്ന് ചില സമയങ്ങൾ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിലൊരു വലിയൊരു മാജിക് എന്ന് തോന്നിയ ഏതെങ്കിലും മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ടോ? ജീവിതം മാജിക്കാണെന്ന് പറയാൻ കാരണം, മാജിക് എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്, അല്ലേ? അപ്രതീക്ഷിതമായിട്ടുള്ളൊരു കാര്യം സംഭവിക്കുന്നതിനെയാണ് മാജിക് എന്ന് പറയുന്നത്. ലൈഫ് അങ്ങനെയാണല്ലോ. ലൈഫ് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലല്ലോ. ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്ന കുണ്ടുകളും കുന്നുകളും കയറ്റവും ഇറക്കവും ഡിപ്രഷനും സന്തോഷവും ഇതൊക്കെ കൂടിക്കഴിഞ്ഞതാണ് ജീവിതം എന്ന് പറയുന്നത്. അതുതന്നെയാണ് മാജിക്കിലും വരുന്നത്. മാജിക്കിനകത്ത് ചില സമയങ്ങളിൽ അപ്രത്യക്ഷമാവുന്ന സമയത്ത് നമ്മൾ വേദനിക്കുന്നു, പ്രത്യക്ഷപ്പെടുന്ന ഒരു സാധനം വരുന്ന സമയത്ത് സന്തോഷിക്കുന്നു. ഇതെല്ലാം ലൈഫിനകത്ത് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ജീവിതം ഒരു മാജിക്ക് പോലെയാണ് എന്ന് പറയുന്നത്. അങ്ങയുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു മാജിക് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പല ഘട്ടങ്ങളിൽ, ഫോർ എക്സാമ്പിൾ എസ്കേപ്പ് മാജിക്കുകൾ കാണിക്കുന്ന സമയത്ത് പലപ്പോഴും ഞാൻ മരണത്തെ മുന്നിൽ കണ്ട് അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരു മാസമൊക്കെ ഞാൻ അതിൻ്റെ തുടർച്ചയായിട്ട് ആശുപത്രിയിൽ കിടന്ന ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബഹ്റിനിൽ വെച്ച് നടത്തിയിട്ടുള്ള ഫയർ എസ്കേപ്പ് ആക്റ്റാണ്. ഞാനിവിടെ 95-ലാണ് ഞാൻ ആദ്യമായിട്ട് ഹൗഡിനി എസ്കേപ്പ് ചെയ്യുന്നത്. 98-ലാണ് ബഹ്റിനിൽ ചെയ്യുന്നത്. പക്ഷേ അന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു വൈക്കോൽ കൂന കെട്ടിയുണ്ടാക്കി അതിനകത്ത് നമ്മൾ ചങ്ങലയിട്ട് കെട്ടിക്കഴിഞ്ഞ ശേഷം അപ്സൈഡ് ഡൗൺ ആയിട്ട് ഇതിനകത്തേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്ത് അതിനകത്ത് രക്ഷപ്പെടുന്നതാണ് ഈ ഹൗഡിനി ഫയർ എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്നത്. പക്ഷേ അന്ന് ഈ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ തലേദിവസം റിഹേഴ്സലൊക്കെ നോക്കിയതായിരുന്നു. പക്ഷേ മണ്ണെണ്ണ കിട്ടാത്തതിൻ്റെ പേരിൽ പെട്രോളാണ് ഉപയോഗിച്ചത് അവർ. പിന്നെ ഈ വൈക്കോൽ കിട്ടാത്തതിൻ്റെ പേരിൽ കുതിരയ്ക്ക് കൊടുക്കുന്ന പുല്ല് കെട്ടിയുണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ഈ കാൽക്കുലേഷൻ തെറ്റിപ്പോയി.
അങ്ങനെ ഞാനത് നല്ല കാര്യമായിട്ട് പൊള്ളലേരി. ഇപ്പോഴും ഈ കയ്യിൽ കാണുന്ന ബ്ലാക്ക് മാർക്കൊക്കെ അതിൻ്റെ തുടർച്ചയായിട്ടുള്ളതാണ്. ഞാനൊരു മാസം ഏകദേശം അമേരിക്കൻ ഹോസ്പിറ്റലിൽ കിടന്നു അതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെയല്ലേ യഥാർത്ഥ മാജിക് എന്ന് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ടും ഇപ്പോഴും നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത്, ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നതും അതല്ലേ മാജിക്. എനിക്ക് തോന്നുന്നു അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നിയ മാജിക് എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഇത്തരത്തിലുള്ള ഡിസബിൾ ആയിട്ടുള്ള കുട്ടികളെ മറ്റൊരു രീതിയിലേക്ക് ചലിപ്പിക്കാൻ, അല്ലെങ്കിൽ സമൂഹത്തിന് നിങ്ങൾ വീട്ടിലൊതുങ്ങി കഴിയേണ്ട മനുഷ്യർ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് സോഷ്യലൈസ് ആവേണ്ട മനുഷ്യരാണ് എന്ന് പഠിപ്പിക്കുവാൻ, അതൊരു മാജിക്കായിട്ടാണ് എനിക്ക് തീർച്ചയായിട്ടും ഞാനത് തന്നെയാണ് പറയുന്നത്. ലൈഫ് ജീവിതം എന്ന് പറയുന്നത് തന്നെയാണ് യഥാർത്ഥ മാജിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ വരുന്ന കുട്ടികളൊക്കെ ആദ്യം വരുന്ന സമയത്തുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ കാണുമ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കുന്ന മക്കൾ എന്ന് പറയുന്നതൊക്കെ ട്രാൻസ്ഫോംഡ് ആണ്. അവർ മാറ്റിയ കുട്ടികളാണ്. ഒരു മജീഷ്യൻ സൃഷ്ടിച്ച അതെ, ഇവിടെ വന്ന സമയത്തുള്ള മക്കളല്ല നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഡോക്ടർ അനിൽ നായർ എന്ന് പറയുന്ന ഒരാളാണ്. അയാളാണ് ഡയറക്ടർ ഇൻ്റർവെൻഷൻസ്. അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും വരുന്ന സമയത്ത് ഈ മക്കൾ എന്തായിരുന്നു, ഇപ്പോഴവരുടെ അവസ്ഥ എന്താണ്. ആൻഡ് ഞങ്ങളുടെ അസസ്മെൻറ്റ് റിപ്പോർട്ടുണ്ട്. ഞങ്ങൾ ഈ കുട്ടികളുടെ എല്ലാവരുടെയും വന്ന സമയത്തുള്ള അവരുടെ അസസ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ ചേഞ്ച് കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ IQ EQ ലെവലിൽ വന്നിട്ടുള്ള അവരുടെ ഡെവലപ്മെൻറ്റ്, അവരുടെ സോഷ്യൽ ഇൻറ്ററാക്ഷൻ, ഒരു സദസ്സിലിരിക്കുന്ന സമയത്ത് എങ്ങനെ അവർക്ക് പെരുമാറണം, ആറ്റിറ്റ്യൂഡുകൾ. ഇപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് ലിംഗ്വിസ്റ്റ് ആയിട്ടുള്ള മേരിക്കുട്ടി എന്ന് പറയുന്നൊരു മാഡം ഉണ്ട്. ആ മാഡം വളരെ സീനിയറാണ്. അവർ കാര്യവട്ടം യൂണിവേഴ്സിറ്റിയിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ലിംഗ്വിസ്റ്റായിട്ട് പ്രവർത്തിച്ച പ്രൊഫസറാണ്. അവരിപ്പോൾ വന്ന് പറഞ്ഞത് ഓട്ടിസമുള്ളൊരു മകൻ, അവൻ്റെ പേര് അലൻ മൈക്കിൾ എന്നാണ്. അവൻ ബംഗാളി ഭാഷയിൽ പാടാൻ പഠിച്ചു എന്നുള്ളത്. ബംഗാളി ഭാഷ? അതെ, ബംഗാളി ഭാഷയിൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ സ്നേഹത്തിൻ്റെ ഗീതം അവൻ കംപ്ലീറ്റ് അതേ ഭാഷയിൽ അതേ പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ട് അവൻ പാടിക്കൊണ്ടിരിക്കുന്നു. അതാണ് ടീച്ചർ എന്നോട് വന്ന് കണ്ണു നിറച്ച് പറയുന്നത്. ഇത് എൻ്റെ കഴിവല്ല, ഇവിടുത്തെ അധ്യാപകരുടെ കഴിവാണ്. അവരുടെ സഹനമാണ്, അവരുടെ സഹനശേഷിയാണ്. അടിച്ചാലും പിടിച്ചാലും കടിച്ചാലും ഒക്കെ അവർ കൂടെ നിന്ന് പഠിപ്പിക്കുന്നതിൻ്റെ ആ ധർമ്മബോധമാണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് കാണുന്ന ഒരു ചേഞ്ച് തന്നെയാണ് ജീവിതത്തിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മാജിക് എന്ന് പറയുന്നത്. ഈ ലൈഫ് പർപ്പസ് തരുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. എന്താണ് ഇനി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് അറിയാൻ നിൽക്കുന്ന ഒരുപാട് മനുഷ്യർ. അവർക്ക് വേണ്ടി, ആ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അങ്ങേക്ക് എന്തെങ്കിലും പറയുവാനുണ്ട്? നമ്മളെപ്പോഴും അന്വേഷിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ എൻ്റെ ഈ മൊബൈൽ ഫോൺ എന്തിനാണെന്ന് ചോദിച്ചാൽ ആൻസറുണ്ട്. കാരണം മറ്റൊരാൾ വിളിക്കുന്ന സമയത്ത് യാത്രക്കിടയിൽ പോലും എനിക്ക് അവരുടെ ശബ്ദം കേൾക്കാനും ആൻസർ പറയാനും സാധിക്കുന്നതാണ്. ഒരു കാറ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ വേണ്ടിയാണ് ആ കാറ്, നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ഈ ക്യാമറ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരാളോട് പെട്ടെന്ന് നമ്മൾ ചോദിക്കണം നിൻ്റെ ജീവിതം എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയില്ല. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിനൊക്കെ പർപ്പസ് ഉണ്ട്. നമ്മളെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കിട്ടില്ല, ഉത്തരം കിട്ടില്ല. കാരണം ജീവിതത്തിൻ്റെ ലക്ഷ്യം മാറിക്കൊണ്ടിരിക്കുന്നു പലപ്പോഴും എന്നുള്ളതാണ്. ഞാൻ പറയുന്ന ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മൾ മരിച്ചു പോകുന്ന സമയത്ത്, നമ്മൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് തിരിഞ്ഞ് നമ്മൾ ഫ്ലാഷ് ബാക്ക് ഉണ്ടാവും. എന്തായാലും ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള മരണമാണെങ്കിലാണ് പറയുന്നത്. എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, ഞാൻ എന്തിനാണ് എൻ്റെ ജീവിതത്തിന് ഉപയോഗിച്ചത് എന്ന് നമ്മൾ സ്വയം ചോദിക്കുന്ന സമയത്ത് ആൻഡ് വി ഗോട്ട് എൻ ആൻസർ, നമുക്ക് കൃത്യമായിട്ടൊരു ആൻസർ കിട്ടുകയാണ്. ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞ് നമുക്ക് മരിച്ചു പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലേ? തീർച്ചയായും. അപ്പോൾ അതിന് നമുക്ക് ചിരിച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കണം, ഞാൻ ഇതൊക്കെ ചെയ്തു, ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് മടങ്ങി പോവുകയാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. സംതിങ് ഫോർ ദി സൊസൈറ്റി. നമ്മൾ നടന്ന വഴികളിൽ നമ്മുടെ കാൽപാദങ്ങൾ പതിഞ്ഞ് കിടക്കുന്നുണ്ട്, ഇനിയും അതിൻ്റെ പേരിൽ കുറേ ആളുകൾക്ക് നടക്കാനുള്ള വഴികൾ നമ്മൾ തെളിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതാണ് സന്തോഷം. ഞാൻ ഈ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററും ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ഇതിനകത്ത് ഞാനിതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടും ഫൗണ്ടറായിട്ടും നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ വേറൊരാൾ അവിടെ വന്നിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരു സെൻറ്ററാണ് ഇപ്പോൾ കാസർഗോഡ് വരാൻ പോകുന്നത്. കാസർഗോഡ് ആ പ്രോജക്റ്റ് നമുക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ, നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് സാഫല്യമായി കഴിഞ്ഞാൽ, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലുള്ള ഡിസബിലിറ്റി സെക്ടറിലുള്ള ഏറ്റവും നല്ലൊരു മോഡലായിരിക്കും അത്. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണ്, എന്തായിരുന്നു എൻ്റെ ജീവിതം, ഈ ഒരു മോഡൽ ഇവിടെ സൃഷ്ടിച്ച് പോകാൻ സാധിച്ചു എന്ന് പറയുന്നതാണ് ജീവിതത്തിൻ്റെ സംതൃപ്തി. എന്താണെങ്കിലും ഒരു മായാജാലക്കാരൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല, ഇനിയും മുന്നോട്ട് പോവുകയാണ്. എന്താണെങ്കിലും അങ്ങേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി. താങ്ക് യു സോ മച്ച്.